സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഈ അടുത്ത് തന്നെ വിജ്ഞാപനം ഇറക്കിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കുറിച്ചാണ്. കേരള PSC ഈ അടുത്ത് തന്നെ ഓവർസിയർ ഗ്രേഡ് 2 വിജ്ഞാപനം ഇറക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പരീക്ഷയുടെ വിശദവിവരങ്ങളിലേക്ക് പോകാം. ഇതിന്റെ കാറ്റഗറി നമ്പർ 272/2020 ആണ്. സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 56,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ 30 ആണ്. എന്നാൽ കഴിവതും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. കാറ്റഗറി ബേസ്ഡ് ഏജ് റിലാക്സേഷൻസ് ആയ SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഈ പോസ്റ്റിനും ബാധകമാണ്. ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പർ സബോർഡിനേറ്റ് ഡിപ്ലോമ ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻഡി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ്, അല്ലെങ്കിൽ ലോവർ സബോർഡിനേറ്റ് ഡിപ്ലോമ ഓഫ് ദി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗിൻഡി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതുമല്ലെങ്കിൽ ലൈസൻഷിയേറ്റ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് issued by Government of Kerala or other diploma recognized as equivalent thereto. അതുപോലെ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാർക്കും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കഴിഞ്ഞ നടന്ന എക്സാമിനെ കുറിച്ച് നോക്കാം. കാറ്റഗറി നമ്പർ 515/2012 ആയിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നത് ഒക്ടോബർ 2012 എക്സാം നടന്നത് ജൂലൈ 2014 അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 50.67 ആയിരുന്നു. മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് 69.67. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മാർച്ച് 2017 28 പേർക്കാണ് അന്ന് അഡ്വൈസ് ലഭിച്ചത്. ഇനി ഈ ഓവർസിയർ ഗ്രേഡ് 1 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പരീക്ഷയുടെ സിലബസ് നോക്കാം. ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ പാർട്ടും പിന്നെ മാത്തമാറ്റിക്സും. അപ്പോൾ ആദ്യത്തെ പാർട്ടിനെ 6 മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മോഡ്യൂള് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. അതിനകത്ത് വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കണം, പ്രിൻസിപ്പിൾ ഓഫ് എ ഗുഡ് വേജ് പേയ്മെന്റ് സിസ്റ്റം, പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്ക്, മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ആ ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. അടുത്ത മോഡ്യൂൾ 2 ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അതിൽ പ്രൊഡക്ഷൻ പ്ലാനിങ്, മെത്തേഡ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഫണ്ടമെന്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ്, പ്രോജക്ട് അനാലിസിസ്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ പഠിക്കേണ്ടത്. മൊഡ്യൂൾ 3 മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ്. അതിൽ മെറ്റീരിയൽ സയൻസ്, മാനുഫാക്ചറിങ് പ്രോസസ്സസ് ഡിഫറൻറ്റ്, അതുപോലെ മെഷീൻ ടൂൾസ് ഏതൊക്കെയാണുള്ളത് അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇനി മൊഡ്യൂൾ 4 ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതുപോലെ ന്യൂമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കണം, ന്യൂമാറ്റിക്സിൽ വരുന്ന ടോപ്പിക്സ് പഠിക്കണം, അതുപോലെ ഹൈഡ്രോളിക് മെഷീൻസും ഇതിനകത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൊഡ്യൂൾ 5 അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലിമെന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കണം, മെഷീൻ ഡ്രോയിങ്, അതുപോലെ DMEയും ആ മൊഡ്യൂളിൽ പഠിക്കണം. മൊഡ്യൂൾ 6 ലാസ്റ്റ് മൊഡ്യൂളിൽ തെർമൽ എഞ്ചിനീയറിംഗും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും ആണ് പഠിക്കേണ്ടത്. അതിനകത്ത് റെഫ്രിജറന്റ്, സൈക്രോമെട്രി അതൊക്കെ RSCക്കകത്ത് വരുന്നു. തെർമൽ എഞ്ചിനീയറിംഗിൽ IC എഞ്ചിൻ അതുപോലുള്ള ടോപ്പിക്സും പഠിക്കണം. ഇനി പാർട്ട് 2 നോക്കാം. പാർട്ട് 2 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. അതിൽ പഠിക്കേണ്ടത് മെട്രിസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കോർഡിനേറ്റ് ജോമെട്രി, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. ഇത് കൂടാതെ കഴിഞ്ഞ നടന്ന എക്സാമിന് അപ്ലൈഡ് സയൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈഡ് സയൻസ്, അതായത് ഡിപ്ലോമയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ടെക് PSC ഓവർസിയർ ഗ്രേഡ് 1 കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200 മണിക്കൂറുള്ള ലെക്ചർ വീഡിയോസ് ഉണ്ട്. 8,000 ആണ് അതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ആ കോഴ്സിൽ നമ്മൾ 10,000 പ്രീവിയസ് MCQs ഡിസ്കസ് ചെയ്യുന്നു. 30ഓളം മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ലെക്ചർ നോട്ട്സ് PDF ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എക്സാം അഡ്വൈസ് കിട്ടാനുമായിട്ട് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷയെക്കുറിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഈ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ടെക് PSC.